ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ് അഥവാ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ വിലയിരുത്താം ലെറ്റ്സ് അസസ് എന്ന പ്രവർത്തനവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്റർ എക്സ്പ്ലനേഷനും അതിലെ ആക്ടിവിറ്റീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം. ജസ്റ്റ് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് 7 ബേസിക് സയൻസ് എന്ന് കാണാൻ പറ്റും. അതിൽ ഇതുവരെ എടുത്ത നമ്മുടെ എല്ലാ ബേസിക് സയൻസിൻ്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് write down some objects which transmit light completely and those which transmit light partially. അഥവാ പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയും പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെയും തരം തിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ, ഏതൊക്കെയാണ് പ്രകാശം ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കൾ എന്ന് നോക്കാം. ഒന്ന്, ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി, പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ്. പ്യുവർ വാട്ടർ ടേക്കൻ ഇൻ എ ഗ്ലാസ് ടംബ്ലർ, ഗ്ലാസ് പീസ്, കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ, വിൻഡോ ഗ്ലാസ്. അഥവാ ചില്ലു ഗ്ലാസ്സിൽ എടുത്ത ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ, ചില്ലു കഷ്ണം, ജനൽ ചില്ല്, ഇതിലൂടെയൊക്കെ പ്രകാശം നന്നായി കടത്തിവിടും. ഇനി ഒബ്ജക്ട്സ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി, അഥവാ പ്രകാശം ഭാഗികമായിട്ട് മാത്രം കടത്തിവിടുന്ന വസ്തുക്കൾ. പോളിത്തീൻ കവർ, ഓൾഡ് പേപ്പർ, ബട്ടർ പേപ്പർ, സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ്, ഉരച്ച ഗ്ലാസ് ഷീറ്റ്, എണ്ണ പുരട്ടിയ പേപ്പർ, പോളിത്തീൻ കവർ, ബട്ടർ പേപ്പർ, ഇതിലൊക്കെ പ്രകാശം ഭാഗികമായിട്ട് മാത്രമേ കടത്തിവിടുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ആർ ദ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ്, എന്താണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കോൾഡ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്. അഥവാ പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ സുതാര്യമായ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ട്രാൻസ്കുലൻറ്റ് ഒബ്ജക്റ്റ്, അഥവാ അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്ട്സ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ആർ കോൾഡ് ട്രാൻസ്കുലൻറ്റ് ഒബ്ജക്റ്റ്. പ്രകാശം ഭാഗികമായിട്ട് മാത്രമേ കടത്തിവിടുന്നുള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെ നമ്മൾ അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. അടുത്തത്, വാട്ട് ആർ ദ ഒപ്പാക്യൂ ഒബ്ജക്റ്റ്, എന്താണ് അധാര്യ വസ്തുക്കൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഒബ്ജക്റ്റ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ ഒപ്പാക്യൂ ഒബ്ജക്റ്റ്. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഹൗ ഡു യു നോ വെൻ ദ ഇങ്ക് ഈസ് ഇൻ എ റീഫിൽ പെൻ ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ്. ഒരു റീഫിൽ പേനയിലെ മഷി തീർന്നോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റീഫിൽ പെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് മഷി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദ റീഫിൽ ഓഫ് ദ പെൻ ഈസ് ട്രാൻസ്പെറൻറ്റ് സോ വി ക്യാൻ ഈസിലി സീ ദ എമൗണ്ട് ഓഫ് ഇങ്ക് ലെഫ്റ്റ് ഇൻസൈഡ്. പേനയുടെ റീഫിൽ എന്ന് പറയുന്നത് ഒരു സുതാര്യമായ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ അവശേഷിക്കുന്ന മഷിയുടെ അളവ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമുക്കത് മഷി തീർന്നോ ഇല്ലയോ എന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, എന്താണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറഞ്ഞാൽ? എന്തിനെയാണ് നമ്മൾ പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്? Reflection of light refers to the turning of light when it strikes on an object. അഥവാ പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വാട്ട് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ, എന്താണ് ക്രമപ്രതിപതനം? ലൈറ്റ് ഫോളിംഗ് ഓൺ സ്മൂത്ത് സർഫേസസ് റിഫ്ലക്ട്സ് വിത്ത് റെഗുലാരിറ്റി. ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ. എക്സാമ്പിൾ മിറർ. അഥവാ മിനുസമുള്ള ഒരു പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായിട്ട് പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. പ്രകാശത്തിൽ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം കണ്ണാടി. കണ്ണാടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ദർപ്പണമാണ്. ഇനി വാട്ട് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ആണ് കേട്ടോ, ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ, എന്താണ് വിസരിത പ്രതിപതനം എന്ന് ചോദിച്ചിട്ടുണ്ട്. When light falls on rough surfaces, it gets scattered in different directions. This is irregular or diffuse reflection. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതിനെയാണ് നമ്മൾ വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, എന്താണ് പതനകോൺ എന്ന് പറഞ്ഞാൽ? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്.
പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണിനെയാണ് നമ്മൾ പതനകോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണ്. ദെൻ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? എന്താണ് പ്രതിപതന കോണ്? The angle between the reflected ray and the normal is the angle of reflection. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ എന്ന് പറയുന്നത്. പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണ്. Then 10th question. State the law of reflection. പ്രതിപതന നിയമങ്ങൾ എന്തൊക്കെയാണ്? The angle of incidence and the angle of reflection are equal. അഥവാ പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും എന്നുള്ളതാണ് ഒരു നിയമം. പതന കോണും പ്രതിപതന കോണും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. Then B, the incident ray, the reflected ray, the normal at the point of incidence are on the same place. അഥവാ പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. ഒന്നുകൂടെ പറയാം, പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും. Then next question. ഹൗ ഡു വി സീ തിങ്സ്? നാം വസ്തുക്കളെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്കൊരു വസ്തുവിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്? We can see an object when light coming from any source of light falls on that object, gets reflected and reach our eyes, but we see a source of light when the light from it reaches our eyes directly. ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നും വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. അഥവാ നമ്മളൊരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്താണ്, നമ്മുടെ കണ്ണിൽ പ്രകാശം അങ്ങോട്ട് തട്ടി നമ്മുടെ കണ്ണിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ആ വസ്തുവിനെ കാണുന്നത് അതിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. Then next one, what is lateral intervention? എന്താണ് പാർശ്വിക വിപര്യം എന്ന് പറഞ്ഞാൽ? lateral intervention എന്ന് പറഞ്ഞാൽ, in a plane mirror the left side of an object appears as the right side of the images and the right side of the object appears as the left side of the image. This phenomena is lateral intervention. അഥവാ സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായിട്ടും നമുക്ക് കാണും. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ പാർശ്വിക വിപര്യം എന്ന് പറയുന്നു. അഥവാ എക്സാമ്പിളായിട്ട് റൈറ്റിംഗ് ദ വേർഡ് ആംബുലൻസ് ഈസ് റിവേഴ്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ. വാഹനത്തിൻ്റെ മുൻവശത്ത് ആംബുലൻസ് എന്ന് റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതെന്ന് പറയുന്നത് മറ്റുള്ള വണ്ടിക്കാർക്ക് അത് അവരുടെ മിററിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയാണ് റിവേഴ്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ലാറ്ററൽ ഇൻ്റർവെൻഷൻ അഥവാ പാർശ്വിക വിപര്യം കൊണ്ടാണ്. Then 13th question നോക്കൂ. How many images will you see if a burning candle is placed in between two parallel plane mirrors? അഭിമുഖമായി വെച്ച് രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ എത്ര ബിംബം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും? If we placed a burning candle between two parallel plane mirrors, we will see an infinity number of images. നമുക്ക് അനന്തമായിട്ട് എത്രയാണോ എണ്ണാൻ കഴിയാത്തത് അത്രയും എണ്ണം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം അനന്തമായ എണ്ണം പ്രതിബിംബങ്ങൾ എന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Then 14th question, what is multiple reflection? എന്താണ് ആവർത്തന പ്രതിപതനം എന്ന് പറഞ്ഞാൽ? A large number of images of the lighted candle placed in between the parallel mirrors are formed due to multiple reflection of light. അഭിമുഖമായി വെച്ച രണ്ട് ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിച്ചത് പ്രകാശത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണ്. അപ്പോൾ ഇത് പ്രതിപതനം മൂലം എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ പ്രതിപതനം മൂലമാണ് നമുക്ക് ഒരുപാട് നിത്യജീവിതത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നിത്യജീവിതത്തിലെ എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് ജ്വല്ലറി, ബ്യൂട്ടി പാർലർ, ബാർബർ ഷോപ്പ് എന്നുള്ളത്. ഓക്കെ, അതൊക്കെ നമുക്ക് ബാർബർ ഷോപ്പിലും ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാടുള്ളതായിട്ട് നമുക്ക് തോന്നും. കാരണം ഈ ഒരു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അഥവാ ആവർത്തന പ്രതിപതനം കൊണ്ടാണ്. Then 15th question, how a periscope is useful for the submarines in the Navy and
for soldiers observing enemies from trenches in the battlefield. ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്കും യുദ്ധമുഖത്തെ ട്രെഞ്ചിനുള്ളിൽ ഇരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാർക്കും പെരിസ്കോപ്പ് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? Submarines use a periscope to observe the surface of the water without exposing themselves. This is essential for detecting enemy ships, aircraft, or other threats. Soldiers in trenches use a periscope to observe enemy activity without exposing their heads above the parapet. ദിസ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ബീയിങ് ഷോട്ട്. അഥവാ മുങ്ങി കപ്പലുകളിൽ ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ ജലത്തിൻ്റെ ഉപരിതലം നിരീക്ഷിക്കാൻ പെരിസ്കോപ്പുകൾ ഉപയോഗിക്കുന്നു. ശത്രു കപ്പലുകൾ, വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുന്നതിന് ഇത് സഹായിക്കുന്നു. ട്രെഞ്ചിനുള്ളിൽ ഇരിക്കുന്ന പട്ടാളക്കാർക്ക് ശത്രുക്കളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പെരിസ്കോപ്പുകൾ സഹായിക്കുന്നു. ഇത് വെടിയേൽക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഇവർക്ക് പെരിസ്കോപ്പ് പ്രയോജനപ്പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദ ഇൻറ്റൻസ് ലൈറ്റ് അറ്റ് നൈറ്റ് എഫക്ട് ഔൾസ്? രാത്രിയിലെ അമിതമായ പ്രകാശം മൂങ്ങകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? Owls can't see anything due to the intense light at night. They can't go out for preying due to the intense light. This can also lead to habitat loss and reduced populations. അഥവാ രാത്രിയിലെ അമിതമായ പ്രകാശം കാരണം മൂങ്ങകൾക്ക് ഒന്നും കാണാൻ കഴിയില്ല. അമിതമായ പ്രകാശം കാരണം ഇവയ്ക്ക് ഇരപിടിക്കാൻ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഇത് അവയുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതിനും വംശനാശത്തിനും ഇടയാക്കുന്നു. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ? എന്തൊക്കെയാണ് പ്രകാശ മലിനീകരണത്തിൻ്റെ ദോഷഫലങ്ങൾ? ഇൻ സിറ്റീസ് ആൻഡ് പാർക്സ്, നിയോൺ ബൾബ്സ് ആൻഡ് ദ ലേക്സ് ദാറ്റ് ആർ കെപ്റ്റ് ഇറ്റ് അപ്പ് ത്രൂ ഔട്ട് ദ നൈറ്റ്. This light is harmful to many organisms that hunt prey in the dark. Intense illumination at night also cause people miss many of the sky views that can only be seen in clear nights. Too much light at night cause many difficulties for human beings as well as animals. അഥവാ ഇരുട്ടിനെ ഇല്ലാതാക്കും വിധം പ്രകാശം വിതറുന്ന ഒട്ടേറെ സ്രോതസ്സുകൾ ഇന്ന് നാം ഉപയോഗിക്കുന്നുണ്ട്. തെളിഞ്ഞ രാത്രികളിൽ മാത്രം കാണാവുന്ന പല പ്രകാശ കാഴ്ചകളും മനുഷ്യർക്ക് നഷ്ടമാകുന്നതിനും രാത്രിയിലെ തീവ്രമായ പ്രകാശം കാരണമാകുന്നുണ്ട്. കൂടാതെ രാത്രിയിലെ അമിതമായ പ്രകാശം മനുഷ്യർക്കും മൃഗങ്ങൾക്കും പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നു. നഗരങ്ങളിലും പാർക്കുകളിലും രാത്രി മുഴുവൻ പ്രകാശിച്ചു നിൽക്കുന്ന നിയോൺ ബൾബുകളും മറ്റും ഇരുട്ടിൽ ഇര തേടുന്ന ഒട്ടേറെ ജീവികൾക്ക് ദോഷമായിട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രധാനമായിട്ടും നിങ്ങളുടെ പാഠഭാഗത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിലയിരുത്താം എന്ന പ്രവർത്തനം കൂടെ നോക്കാം. വിലയിരുത്താം എന്നതിലെ ഒന്നാമത്തെ പ്രവർത്തനം, താഴെ കൊടുത്ത പട്ടിക പരിശോധിച്ച് കൂട്ടത്തിൽ പെടാത്തവ കണ്ടെത്തുക. എക്സാമിൻ ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട്. ഇവിടെ തന്നിട്ടുള്ളത് സുതാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ എന്നുള്ളതാണ്. സുതാര്യ വസ്തുക്കളിൽ തെളിഞ്ഞ ജലം, വായു, പുക നിറച്ച പെട്ടി, മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ്, ക്ലിയർ വാട്ടർ, എയർ, ബോക്സ് ഫിൽഡ് വിത്ത് സ്മോക്ക്, സ്ക്രീൻ ഗാർഡ് ഓഫ് എ മൊബൈൽ ഫോൺ. ഓക്കെ, ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത് പുക നിറച്ച പെട്ടിയാണ്, അഥവാ ബോക്സ് ഫിൽഡ് വിത്ത് സ്മോക്ക് എന്നുള്ളതാണ്. ഇനി അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്കുലൻ്റ് ഒബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. മണ്ണ്, ടൈൽസ്, കലങ്ങിയ വെള്ളം, സോയിൽ, ടൈൽസ്, ടർബ്യൂട്ട് വാട്ടർ. അതിലേതാണ് കലങ്ങിയ വെള്ളം എന്നതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഇനി അധാര്യ വസ്തുക്കൾ നോക്കൂ. കല്ല്, മുഖം നോക്കുന്ന കണ്ണാടി, തെളിഞ്ഞ ജലം, ഹാർഡ് ബോർഡ്, മൂടൽമഞ്ഞ്. ഒപ്പാക്യൂ ഒബ്ജക്ട്സ് ആണ് സ്റ്റോൺ, മിറർ, ക്ലിയർ വാട്ടർ, ഹാർഡ് ബോർഡ്, ഫോഗ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടുകാരെ? ഏതായിരുന്നു? തെളിഞ്ഞ ജലമാണ്. ഓക്കെ, തെളിഞ്ഞ ജലം അഥവാ ക്ലിയർ വാട്ടർ ആണ്. രണ്ടാമത്തെ ചോദ്യം, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. പ്രകാശത്തിൻ്റെ ഏതുതരം പ്രതിപതനമാണ് ഇവിടെ കാണുന്നത്? ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഒബ്സർവ് ദ പിക്ചർ. വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലെക്സ് ഡു യു സീ ഹിയർ? 2 ഏതാണെന്ന് നമ്മളുടെ അടുത്ത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിക്ചർ 1 എന്ന് പറയുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആണ്. ലൈറ്റ് ഫോളിംഗ് ഓൺ സ്മൂത്ത് സർഫേസ് റിഫ്ലെക്സ് വിത്ത് റെഗുലാരിറ്റി. ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ. ദെൻ പിക്ചർ 2 എന്ന് പറയുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ്. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ റഫ് സർഫേസ് ഇറ്റ് ഗെറ്റ്സ് സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ദിസ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. അഥവാ ചിത്രം 1 എന്ന് പറയുന്നത് ക്രമപ്രതിപതനമാണ്. മിനുസമില്ലാത്ത പ്രതലങ്ങളെ പ്രകാശം പ്രതിപദിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ചിത്രം 2 കാണുന്നത് വിസരിത പ്രതിപതനമാണ്. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു എന്നുള്ളതാണ്.
ഇനി അവസാനത്തെ പ്രവർത്തനമാണ് താഴെ പറയുന്ന സന്ദർഭങ്ങൾ നോക്കൂ. ഓരോന്നിലും പ്രകാശത്തിൻ്റെ ഏതു തരം പ്രതിപതനമാണ് സംഭവിക്കുന്നത് എന്ന് കണ്ടെത്താനാണ്. ഒന്നാമത്തെ സന്ദർഭം ആഭരണങ്ങൾ തിളങ്ങുന്നു. അവിടെ എന്താണ്? ക്രമപ്രതിപതനമാണ്. ഓർണമെന്റ്സ് ഷൈൻ, റെഗുലർ റിഫ്ലക്ഷൻ. രണ്ടാമത്തത് പകൽ സമയം വീടിനകത്ത് വെളിച്ചം കാണുന്നു, അഥവാ വി ഗെറ്റ് ലൈറ്റ് ഇൻസൈഡ് ദ ഹോം ഡ്യൂറിങ് ഡേ ടൈം. ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്, അല്ലെങ്കിൽ വിസരിത പ്രതിപതനമാണ്. പോളിഷ് ചെയ്ത ഫർണിച്ചർ തിളങ്ങുന്നു, ക്രമപ്രതിപതനമാണ്. എ പോളിഷ്ഡ് ഫർണിച്ചർ ഷൈൻസ്, റെഗുലർ റിഫ്ലക്ഷൻ. സി റിഫ്ലക്ഷൻസ് ഓഫ് ട്രീസ് ഓൺ സ്റ്റാഗ്നന്റ് വാട്ടർ, അത് റെഗുലർ റിഫ്ലക്ഷൻ ആണ്. നിശ്ചലമായ ജലോപരിതലത്തിൽ മരത്തിൻ്റെ പ്രതിബിംബം കാണുന്നു, അവിടെ ക്രമപ്രതിപതനമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ നോട്ട്സും നമ്മൾ നോക്കി, അതുപോലെ തന്നെ വിലയിരുത്താം എന്ന പ്രവർത്തനവും നോക്കി. ഇനി നമുക്ക് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.